ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു സൂപ്പർ നെയ്ച്ചോറും ചിക്കൻ കറിയും എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചൂട് കെട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ചേർത്തിട്ട് അത് ചൂടായി വരുന്ന സമയത്ത് അണ്ടിപ്പരിപ്പ് ഇട്ട് അത് ഏകദേശം മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് തന്നെ മുന്തിരിയും കൂടി ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഇനി ഇത് കോരി മാറ്റി നമുക്കൊരു പാത്രത്തിൽ വെക്കാം. എന്നിട്ട് ഇതേ നെയ്ക്കകത്ത് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള വറുത്തെടുക്കാവുന്നതാണ്. വളരെ കനം കുറച്ച് വേണം സവോള അരിയാൻ, അപ്പോൾ ഇത് വേഗം മൂത്ത് കിട്ടും. ഇനി നമുക്ക് അരിഞ്ഞ ക്യാരറ്റ്, പച്ചമുളക്, കറിവേപ്പില എന്നിവ കൂടി ഇതേ നെയ്യിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇത് വഴറ്റിയാൽ മാത്രം മതി, അല്ലാതെ ഇത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഒരു പച്ച മണവും പച്ച ടേസ്റ്റും ഒന്ന് മാറി കിട്ടുക. ഏകദേശം ഈ പരുവത്തിലെത്തി കഴിയുമ്പോൾ ഇതെടുക്കുക. ശേഷം ഇതേ നെയ്യിൽ തന്നെ നമുക്ക് ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട, തക്കോലം, ബേ ലീഫ് അങ്ങനെയുള്ള എല്ലാ സ്പൈസസ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കുക. ശേഷം നന്നായി കഴുകി 30 മിനിറ്റ് സമയം കുതിർത്തി വെച്ച ജീരകശാല അരി കൂടെ ചേർത്ത് ഈ അരിയിലെ വെള്ളം നന്നായിട്ട് വറ്റുന്നിടം വരെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. വെള്ളമൊന്നും വലിഞ്ഞ് കിട്ടിക്കഴിയുമ്പം അരി ചെറുതായിട്ട് പൊട്ടുന്ന പോലെ നമുക്ക് തോന്നും. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത്, ഉപ്പിൻ്റെ അളവ് പറയുന്നത് വെള്ളത്തിന് ഇത്തിരി മുമ്പോട്ട് നിൽക്കുന്ന രീതിയിൽ ഉപ്പ് ചേർക്കുക, അത് തന്നെ അതിൻ്റെ അളവ്. ശേഷം നാരങ്ങ നീര് ചേർക്കുക. നാരങ്ങ നീര് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും കൂടി ഇളക്കിയ ശേഷം നമുക്ക് നന്നായിട്ട് അടച്ചു വെക്കാം. ഏകദേശം 5 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കി ചേർത്ത വെള്ളം കൊണ്ട് വേഗം ഉറപ്പ് വരുത്തുക. 2 മിനിറ്റും കൂടെ കഴിയുന്ന സമയത്ത് ക്യാരറ്റ് പോലുള്ള സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതിൻ്റെ മേലേക്ക് തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് പോലുള്ളത് ഇട്ടിട്ട് 1-2 തണ്ട് മാത്രം മല്ലിയില കൂടി അരിഞ്ഞത് ചേർത്ത് എടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ചിക്കൻ കറി വെക്കേണ്ട പാത്രം അടുപ്പിൽ വെച്ച് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് തേങ്ങ വറക്കാം. തേങ്ങയുടെ കൂടെ ഹോൾ സ്പൈസസും ചില്ലിയും വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് വറക്കുക. ഇത് വറന്ന് വരുന്ന സമയത്ത് നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. ഞാനിപ്പോൾ ഇച്ചിരി കുരുമുളക് ചേർക്കുന്നുണ്ട്, ഒന്നാകെയുള്ളത് നേരത്തെ ചേർക്കാൻ വിട്ടുപോയത് കൊണ്ടാണ്. ഇതൊന്നും കൂടെ റോസ്റ്റ് ചെയ്ത് അരച്ച് വെക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് ഇതിനകത്ത് നമ്മൾ വഴറ്റുന്നതിനാവശ്യമായ സവോള, പച്ചമുളക്, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റാം. വേഗം വഴലുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ചിക്കനും കൂടെ ചേർക്കാം. ചേർത്ത ചിക്കൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് സമയം നന്നായിട്ട് ഇത് അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യേണ്ടതാണ്. 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ആ സമയത്ത് ഇതുപോലെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ മേളിലേക്ക് എണ്ണ തെളിഞ്ഞു വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് നെയ്ച്ചോറിൻ്റെ അച്ചാർ, സലാഡ് ഇതിൻ്റെയൊക്കെ കൂടെ ഈ ചിക്കൻ കറി കൂടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുതേ.